ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ട്രൂത്ത് ഫയൽ. നമ്മുടെ ലോയുടെ സെക്കൻഡ് വീക്കിലെ ടോപ്പിക്ക് എന്ന് പറയുന്നത് റൂള് 1 മുതൽ 11 വരെയുള്ള റൂൾസാണ് പഠിക്കാൻ പറഞ്ഞിരുന്നത്. അപ്പം നമ്മളിപ്പോൾ ലോയുടെ ക്ലാസ് ലോ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ലോ 1 to സെക്ഷൻ 1 to 10 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ റൂള് 1 to 4 വരെയുള്ള റൂൾസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് റൂള് 1 to 11 വരെ പഠിക്കാൻ കൊടുത്തതിൽ 1 to 4 വരെയുള്ള റൂൾസിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം 4A മുതലുള്ള റൂൾസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം നമുക്ക് റൂള് 4A നോക്കാം. അപ്പോൾ എന്താണ് റൂള് 4A എന്ന് പറയുന്നത്? Manner of issuing certificate if the registration certificate is irrecoverably lost. എങ്ങനെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂള് 4A. അപ്പോൾ എന്താണ് റൂള് 4Aയിൽ പറയുന്നത്? The certificate to be issued by the registrar under subsection 2 of section 8 shall be in form number 3A. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 സബ്സെക്ഷൻ 2 ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏത് ഫോമിലാണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് ഫോം നമ്പർ റൂള് 8 സബ് റൂള് സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടില്ല. സെക്ഷൻ 8 സബ്സെക്ഷൻ 2 അവിടെ പറഞ്ഞിട്ടില്ല ഏത് ഫോമിലാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന്. നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇറിക്കവറബിളി ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്തിൻ്റെ ബേസിലാണ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സിൻ്റെയും ബേസിൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം? RCSന് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഫോം നമ്പർ പറഞ്ഞിട്ടില്ല. ഫോം നമ്പർ 3Aയിലാണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് റൂള് 4Aയിലാണ്. അപ്പോൾ റൂൾ 4Aയിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയുന്ന സെക്ഷൻ 8 സബ്സെക്ഷൻ 2 ഫോം നമ്പർ 3Aയിലാണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് റൂൾ ഏതാണ്? റൂള് 5 ആണ്. അപ്പോൾ നമ്മുടെ റൂള് 4 കഴിഞ്ഞു. നെക്സ്റ്റ് 4A കഴിഞ്ഞു. ദെൻ നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്? 5 ആണ്. റൂള് 5 എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. റൂള് 5 എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. ബൈലോയുടെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂള് 5. ഏത് സെക്ഷനിലാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോയെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ 13Aയിലാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോയെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 13A. സെക്ഷൻ 13Aയിൽ ആകെ കൂടി പറയുന്നത് എന്താവാൻ പാടില്ല? ആക്ട് ആൻഡ് റൂൾ അനുസരിച്ചായിരിക്കണം ബൈലോ മേക്ക് ചെയ്യുന്നത്. ഒരു കാരണവശാലും അത് കോൺട്രറി ആവാൻ പാടില്ല. ആക്ട് ആൻഡ് റൂളിന് കോൺട്രറി ആവാൻ പാടില്ല എന്ന് മാത്രമേ സെക്ഷൻ 13Aയിൽ പറയുന്നുള്ളൂ. അപ്പോൾ 13Aയിൽ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ബൈലോ മേക്ക് ചെയ്യേണ്ടത് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ആൻഡ് റൂൾസ് ആൻഡ് നോ പ്രൊവിഷൻ ഓഫ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി കോൺട്രറി ടു ദ പ്രൊവിഷൻ ഓഫ് ആക്ട് ആൻഡ് റൂൾസ്. രണ്ട് കാര്യങ്ങൾ. എന്താണ്? പ്രൊവിഷൻ ഓഫ് ആക്ട് ആൻഡ് റൂൾസിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചായിരിക്കണം. പിന്നെ ആക്ട് ആൻഡ് റൂളിന് കോൺട്രറിയും ആകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് 13Aയിൽ പറയുന്നുള്ളൂ. എന്നാൽ റൂള് 5 എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. റൂള് 5 ഡീറ്റെയിൽ ആയിട്ട് ബൈലോയിൽ എന്തൊക്കെ കണ്ടൻറ്റ് വേണം എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൂള് 5 സബ് റൂള് 1 വന്നിട്ട് A മുതൽ Z വരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ദെൻ AB അത്രയുണ്ട്. അതിനുശേഷം സബ് റൂള് 2 ക്രെഡിറ്റ് സൊസൈറ്റിയും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസും ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ, ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, നോൺ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഇങ്ങനെ വേണം, ഇനി രണ്ടും കൂടെ കൂടിയിട്ടുള്ള സൊസൈറ്റി ആണ് എങ്കിൽ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൂടെ പറഞ്ഞിട്ടാണ് ഈ നമ്മുടെ റൂള് 5 കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ
ഇപ്പം നോൺ ക്രെഡിറ്റ് സൊസൈറ്റി രണ്ട് സൊസൈറ്റി കൂടെ കൂടുമ്പോൾ വരുന്ന സൊസൈറ്റി എന്താണ് കോമ്പോസിറ്റ് സൊസൈറ്റീസിൻ്റെയും കൂടെ കാര്യം പറഞ്ഞിട്ട് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് തന്നെ നമ്മൾ സെക്ഷൻസ് പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ലിക്വിഡേഷൻ്റെ സമയം കാര്യങ്ങൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. ലിക്വിഡേഷൻ്റെ പ്രൊസീജിയറെല്ലാം പറഞ്ഞതിന് ശേഷം ബൈലോ പ്രകാരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ബൈലോയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ജനറൽ ബോഡിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ഷെയർസിൻ്റെ കാര്യങ്ങൾ, ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ ആസ് പെർ ബൈലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈലോ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ക്രെഡിറ്റ് സൊസൈറ്റി, നോൺ ക്രെഡിറ്റ് സൊസൈറ്റി, കോമ്പോസിറ്റ് സൊസൈറ്റിയുടെ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു റൂൾ അങ്ങ് വിടാണ്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കിക്കോളുക എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ പറയുക, ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം. സെപ്പറേറ്റ് ഈ റൂൾ മാത്രമായിട്ട് എടുത്തു തരാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകുമ്പോൾ ഇത് മാത്രം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? നെയിം, അഡ്രസ്സ്, അതെല്ലാം എന്താണല്ലോ അറിയാം. നെയിം ആൻഡ് അഡ്രസ്സ് ഓഫ് ദി സൊസൈറ്റി, പിന്നെ അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടാവണം, അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവണം, ഓബ്ജക്റ്റ് ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ ഓബ്ജക്റ്റ് ഉണ്ടാവണം, പിന്നെ എന്താണ് ഈ മാനർ ഓഫ് ഇൻ വിച്ച് ലിമിറ്റ്, ഫണ്ടിൻ്റെ ലിമിറ്റ് ഉണ്ടാവണം, അതിൻ്റെ മാക്സിമം ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു മെമ്പറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകണം. പിന്നെ ഒരു മെമ്പറിനെ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ടേംസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകണം. നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സിൻ്റെ ഡെപ്റ്റ്, മെമ്പേഴ്സിന് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡെപ്റ്റ് ഏത് ലെവൽ വരെ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കണം. നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ലയബിലിറ്റി ഉണ്ടായിരിക്കണം. ഏതൊക്കെ സർക്കംസ്റ്റാൻസസിൽ ഷെയർസ് മെമ്പറിന് വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് പേയ്മെൻറ്റിൻ്റെ അത് ഡീഫോൾട്ട് വരുത്തിയാൽ എന്തായിരിക്കും അവർക്കുള്ള പെനാൽറ്റി എന്നുള്ള കാര്യങ്ങൾ. പിന്നെ കണ്ടീഷൻ റിഗാർഡിംഗ് ദ സെയിൽ ഓഫ് ഡിസ്പോസൽ പ്രൊസീജിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവണം, ബൈലോയിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് മെമ്പറിനെ എക്സ്പെൽഷൻ്റെ പ്രൊസീജിയർ, അമെൻമെൻറ്റ്, ബൈലോ അമെൻഡ് ചെയ്യുന്നതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് അമെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കണ്ടീഷൻസ് ഏതൊക്കെ ഫുൾഫില്ല് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് വേണം, ബൈലോയിൽ പറഞ്ഞിരിക്കണം. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കേണ്ടത്, വൈൻഡിങ് അപ്പ്, ഇലക്ഷന്, ഇങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ബൈലോയിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഫുള്ളൊന്ന് വായിച്ച് നോക്കുക. ദെൻ ഇനി ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ കേസിൽ എന്തൊക്കെയാണ് പറയുന്നത്? മാക്സിമം ലോൺ, ഒരു മെമ്പറിന് കൊടുക്കാവുന്ന മാക്സിമം ലോൺ എമൗണ്ട് ഉണ്ടാകണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ ലോൺ മെമ്പേഴ്സിന് കൊടുക്കുന്ന ലോൺസിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ കാര്യങ്ങൾ ബൈലോയിൽ ഉണ്ടാവണം. ദ കണ്ടീഷൻ ഓൺ വിച്ച് ലോൺ മേ ബി ഗ്രാൻറ്റഡ് ടു മെമ്പേഴ്സിന് ലോൺ ഗ്രാൻറ്റ് ചെയ്യുന്ന കണ്ടീഷനെ കുറിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ മാനേജിങ് കമ്മിറ്റിക്ക് വരുന്ന പെനാലിറ്റീസിന് മിസ് ആപ്ലിക്കേഷൻ, ലോൺ അഡ്വാൻസ് ചെയ്തതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ മിസ്സാണെങ്കിൽ അവർക്ക് വരുന്ന പെനാലിറ്റി എന്താണ്, പ്രൊസീജിയർ ഫോർ ഗ്രാൻറ്റിങ്, എക്സ്റ്റൻഷൻ ഓഫ് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, റീപേയ്മെൻറ്റിന് വേണ്ടി, ലോണിൻ്റെ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ടൈം ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദ കോൺസിക്വൻസ് ഓഫ് ഡിഫോൾട്ട്, പേയ്മെൻറ്റ് ഓഫ് ദ സം ഡ്യൂ, പേയ്മെൻറ്റ് ഡിഫോൾട്ട് ആവുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ്, ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ലോൺ മേ ബി റീകോൾഡ്, ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് ലോൺ റീകോൾ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഒരു ക്രെഡിറ്റ് സൊസൈറ്റി. പിന്നെ എന്താണ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു റൂൾ 1 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ബൈലോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ബിസിനസ്സാണ് ആ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി കണ്ടക്ട് ചെയ്യുന്ന, മാനുഫാക്ചറിങ്, പർച്ചേസ്, സെയിൽ, സ്റ്റോക്ക് ടേക്കിങ്, അങ്ങനെ എന്ത് മാറ്റർ ആണോ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളുണ്ടാകണം. അതുകൂടാതെ സബ് റൂൾ 1 പറഞ്ഞില്ല കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. നെയിം, അഡ്രസ്സ്, മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, വൈൻഡിങ് അപ്പ് വരുമ്പോൾ മെമ്പറിന് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ക്വാളിഫിക്കേഷൻസ്, ദെൻ ലിക്വിഡേഷൻ്റെ കാര്യങ്ങൾ, മെമ്പേഴ്സ്
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഡ്യൂട്ടീസ്, അവരുടെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, ആനുവൽ ജനറൽ ബോഡി, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുന്ന, വൈൻഡിങ് അപ്പ്, ഈ കാര്യങ്ങളൊക്കെ എവിടെ പറഞ്ഞിട്ടുണ്ട്? വണ്ണിലാണ് സബ് റൂൾ 1, റൂൾ 5, സബ് റൂൾ 1 എ മുതൽ ഇസഡ് വരെ, പിന്നെ എ ബി, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം പിന്നെ എക്സ്ട്രാ ആണ്. നോൺ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഏത് ടൈപ്പ് ബിസിനസ്സാണ് അവർ കണ്ടക്ട് ചെയ്യുന്ന ആ കാര്യങ്ങളൂടെ. ഇനി ഒരു കോമ്പോസിറ്റ് സൊസൈറ്റി. എന്താണ് കോമ്പോസിറ്റ് സൊസൈറ്റി? ക്രെഡിറ്റ് സൊസൈറ്റിയും ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും കൂടെ, ക്രെഡിറ്റ് പ്ലസ് നോൺ ക്രെഡിറ്റ് ഉള്ള സൊസൈറ്റിയാണ് കോമ്പോസിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സൊസൈറ്റി ആണെങ്കിൽ എന്ത് വേണം? ഈ കാര്യങ്ങളെല്ലാം വേണം. 4 റൂള് 5 സബ് റൂൾ 1 എ മുതൽ എ ബി വരെയുള്ള കാര്യങ്ങൾ, എ ടു ഇസഡ്, എ ബി, അത്രയും കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും, വേണ്ട കാര്യങ്ങളെല്ലാം വേണം. പിന്നെ 2 എന്ന് പറയുന്നത് എന്താണ്? സബ് റൂൾ 2 എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൊസൈറ്റിയുടെയാണ്. സബ് റൂൾ 3 എന്ന് പറയുന്നത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയുടെയാണ്. ഈ കാര്യങ്ങളെല്ലാം കോമ്പോസിറ്റ് സൊസൈറ്റിക്ക് ഉണ്ടായിരിക്കണം ബൈലോയിൽ. നെക്സ്റ്റ് റൂള് 6. എന്താണ് റൂള് 6? മോഡൽ ബൈലോ ആണ് റൂള് 6. എന്താണ് മോഡൽ ബൈലോ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയുടെ മോഡൽ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? രജിസ്ട്രാർ പ്രിപ്പയർ ചെയ്യുന്നതാണ് മോഡൽ ബൈലോ എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്ട്രാർ ഫ്രെയിം ചെയ്യുന്നു. എന്ത് ഫ്രെയിം ചെയ്യുന്നത്? ബൈലോ. ഓരോ ക്ലാസ് സൊസൈറ്റീസിനും ക്ലാസസ് ഓഫ് സൊസൈറ്റീസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബൈലോയെ രജിസ്ട്രാർ ഫ്രെയിം ചെയ്യുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്? മോഡൽ ബൈലോ എന്നറിയപ്പെടുന്നത്. ആ മോഡൽ ബൈലോയിൽ അത്യാവശ്യം വേണ്ട മോഡിഫിക്കേഷനോട് കൂടിയിട്ട് സമയാസമയങ്ങളിൽ വരുന്ന മോഡിഫിക്കേഷൻ അതിൽ രജിസ്ട്രാർ വരുത്തുന്നതാണ്. അങ്ങനെ അതിൽ വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തി എന്ത് ചെയ്യാം? ഓരോ സൊസൈറ്റിക്കും അതാത് സൊസൈറ്റിയുടെ ബൈലോയായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് മോഡൽ ബൈലോയിൽ പറഞ്ഞത്. അപ്പോൾ മോഡൽ ബൈലോ റൂള് 6 സബ് റൂൾ 1 പറയുന്നത് എന്താണ്? രജിസ്ട്രാറാണ് ഓരോ സൊസൈറ്റീസിനും ക്ലാസ് ഓഫ് സൊസൈറ്റീസിനും വേണ്ടുന്ന ബൈലോ ഫ്രെയിം ചെയ്യുന്നത്. അത് സമയാസമയങ്ങളിൽ അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുന്നു. ദെൻ സബ് റൂൾ 2 റൂള് 6 സബ് റൂൾ 2 എന്താണ് പറയുന്നത്? സച്ച് മോഡൽ ബൈലോ, അങ്ങനെ രജിസ്ട്രാർ പ്രൊവൈഡ് ചെയ്യുന്ന മോഡൽ ബൈലോ എന്ത് ചെയ്യാം? മോഡൽ ബൈലോ അഡോപ്റ്റ് ചെയ്യാം ഓരോ സൊസൈറ്റീസിനും. സച്ച് മോഡിഫിക്കേഷൻ ഈഫ് എനി, എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ ആ മോഡിഫിക്കേഷനോട് കൂടി ഓരോ സൊസൈറ്റിക്കും എന്ത് ചെയ്യാം? അത് അഡോപ്റ്റ് ചെയ്യാം. അഡോപ്റ്റ് ചെയ്യുമ്പോൾ അത് ആര് എഗ്രി ചെയ്യണം? എഗ്രി ടു ബൈ ദ രജിസ്ട്രാർ അത് എഗ്രി ചെയ്യണം. വരുന്ന മോഡിഫിക്കേഷൻ രജിസ്ട്രാർ എഗ്രി ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ റൂൾ 6 കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് റൂള് 7. എന്താണ് റൂള് 7 പറയുന്നത്? റൂള് 7 പറയുന്നത് പീരീഡ് വിത്തിൻ വിച്ച് സൊസൈറ്റി ഷാൽ കമൻസ് വർക്കിംഗ്. ഒരു സൊസൈറ്റി വർക്കിംഗ് കമൻസ് ചെയ്യേണ്ട പീരീഡിനെ കുറിച്ചാണ് റൂൾ 7 പറയുന്നത്. എവരി സൊസൈറ്റി ഷാൽ കമൻസ് വർക്കിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months. എത്ര നാളിനുള്ളിലാണ്? 6 മാസത്തിനുള്ളിൽ. രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഓരോ സൊസൈറ്റിയും അതിൻ്റെ വർക്കിംഗ് കമൻസ് ചെയ്യണം. ദെൻ പിന്നെ എന്താണ്? രജിസ്ട്രാർ മേ ഗീവ് ഫർദർ എക്സ്റ്റൻഷൻ. രജിസ്ട്രാറിനൊരു ഫർദർ എക്സ്റ്റൻഷൻ കൊടുക്കാൻ ഈ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ വർക്കിംഗ് കമൻസ് ചെയ്തില്ലെങ്കിൽ ഫർദർ എക്സ്റ്റൻഷൻ കൊടുക്കാം. എക്സ്റ്റൻഷൻ എത്ര വരെയാണ്? നോട്ട് എക്സീഡിങ് 6 months. 6 മാസത്തിൽ കൂടാൻ പാടില്ല. ഇൻ ദ ഒപ്പീനിയൻ സച്ച് എക്സ്റ്റൻഷൻ, അത് രജിസ്ട്രാർ ഒപ്പീനിയനിൽ നെസസറി ആണെങ്കിൽ മാത്രമാണ് കേട്ടോ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്താണ്? ഓരോ സൊസൈറ്റിയും അതിൻ്റെ വർക്കിംഗ് കമൻസ് ചെയ്യേണ്ടത് 6 മാസത്തിനുള്ളിലാണ്. ഇൻ കേസ് കമൻസ് ചെയ്തില്ലെങ്കിൽ രജിസ്ട്രാറിന് നെസസറി ആണെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ഒരു 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. 6 മാസത്തിൽ കൂടാൻ പാടില്ല. നോട്ട് എക്സീഡിങ്, ആ ഒരു വേർഡ് അവിടെയുണ്ട്, കറക്റ്റായിട്ട് നോട്ട് ചെയ്തേക്കുക. പിന്നെ നോട്ട് എക്സീഡിങ് അങ്ങനെയുള്ള വാക്കുകൾ ഓരോ ടേമിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ റൂള് 8 ആണ്. എന്താണ് റൂൾ 8? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. ഒരു സൊസൈറ്റിയുടെ ആദ്യത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നതാണ് റൂൾ 8. എത്ര നാളിനുള്ളിലാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടേണ്ടത്? 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് 3 മാസത്തിനുള്ളിൽ. ആരാണ്? ചീഫ് പ്രൊമോട്ടറാണ് എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ടത്. ഷാൽ കൺവിൻസ് ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ ആരാണ് പങ്കെടുക്കുന്നത്? ഓഫ് ഓൾ പേഴ്സൺ ഹൂ ഹാവ് സൈൻഡ്, എല്ലാ പേഴ്സൺസും ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്ത, ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനിൽ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്ത എല്ലാ മെമ്പേഴ്സിനെയും കൂട്ടി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ചീഫ് പ്രൊമോട്ടർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ട് 3 മാസത്തിനുള്ളിൽ വിത്തിൻ 3 മാസത്തിനുള്ളിൽ വിളിച്ച് ചേർക്കണം.
ഇനി ആ കാര്യത്തിൽ ചീഫ് പ്രൊമോട്ടർ എന്ത് ചെയ്യുകയാണ്, ഫെയിലിയർ ആവുകയാണ് എങ്കിൽ ചീഫ് പ്രൊമോട്ടർ എന്ത് ചെയ്തു, ഫെയിലിയർ ആയിപ്പോയി. ഫെയിൽ ടു കൺവിൻസ് ദ മീറ്റിംഗ് ആസ് അഫോസഡ്. മുകളിൽ പറഞ്ഞ അതേ രീതിയിൽ ചെയ്യുന്ന കാര്യത്തിൽ എന്ത് സംഭവിച്ചു, ഫെയിലിയർ ആയി. അങ്ങനെയാണ് എങ്കിൽ ഈ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആരാണ് കൺവിൻസ് ചെയ്യുന്നത്, എനി പേഴ്സൺ, ഏത് പേഴ്സണ് വേണേലും കൺവിൻസ് ചെയ്യാം. അതിനുള്ള പ്രത്യേകത എന്തായിരിക്കും, ആ പേഴ്സണെ ഓതറൈസ് ചെയ്യണം. എനി പേഴ്സൺ ഓതറൈസ് ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ദ രജിസ്ട്രാർ. ഈ കാര്യത്തിന് വേണ്ടി രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ഏതൊരു പേഴ്സണും എന്ത് ചെയ്യാം, ആ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാം. അതാണ് റൂൾ 8 സബ് റൂൾ 1 പറയുന്നത്. ഇനി എന്താണ് റൂൾ 8 സബ് റൂൾ 2 എന്താ പറയുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. റൂൾ 8 സബ് റൂൾ 2 പറയുന്നത് അറ്റ് ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ദ ഫോളോയിങ് ബിസിനസ് ഷാൽ ബി ട്രാൻസ്ഫേർഡ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്തൊക്കെ ബിസിനസ്സാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം, ആ കാര്യങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ എന്താണ്, ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഫോർ ദ മീറ്റിംഗ്. ആ മീറ്റിങ്ങിന് എന്ത് വേണം, ഒരു പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യണം. റീഡിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ദ രജിസ്ട്രേഡ് ബൈലോ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ രജിസ്ട്രേഡ് ബൈലോ റീഡ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും വേണം. പിന്നെ എന്താണ്, അത് ഫസ്റ്റ് 1, പിന്നെ 1A ആണ്. ദെൻ 2ൽ എന്താണ് പറയുന്നത്, അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന് അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യണം, പിന്നെ അവർക്ക് എന്ത് ചെയ്യണം, ഷെയർ അലോട്ട് ചെയ്യണം. ദെൻ 3ൽ എന്താ പറയുന്നത്, റിസീവിങ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. എന്ത് അക്കൗണ്ട്സാണ് റിസീവ് ചെയ്യേണ്ടത്, അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓൾ ട്രാൻസാക്ഷൻ എൻറ്റേർഡ് ഇൻ ടു ബൈ ദ ചീഫ് പ്രൊമോട്ടർ. ചീഫ് പ്രൊമോട്ടർ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും എല്ലാ അക്കൗണ്ട്സും എന്ത് ചെയ്യണം, അവിടെ വെച്ച് റിസീവ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് 4ൽ എന്താ പറയുന്നത്, പാസിംഗ് ബഡ്ജറ്റ് ഫോർ ദ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ഇയർ ഇഫ് എനി. അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പാസ് ചെയ്യണം. ദെൻ പിന്നെ എന്താ പറയുന്നത്, 5ൽ എന്താ പറയുന്നത്, എനി അതർ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് ദ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടെ അവിടെ എന്ത് ചെയ്യണം, ട്രാൻസാക്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഒരു സൊസൈറ്റി ചെയ്യേണ്ടത്. നെക്സ്റ്റ് റൂള് നമ്മൾ പഠിക്കേണ്ട റൂൾ ഏതാണ്, റൂൾ 8A ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ റൂൾ 8A എന്താണ്, ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് റൂൾ 8Aയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ കൊടുക്കേണ്ട നോട്ടീസിൻ്റെ പീരീഡാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ് സ്റ്റേറ്റിംഗ്. നോട്ടീസിൽ എന്ത് വേണം, സ്റ്റേറ്റിംഗ് ദ പ്ലേസ് വേണം, ഡേറ്റ് അവർ വേണം, ഡേറ്റ് ആൻഡ് അവർ ഓഫ് ദ മീറ്റിംഗ് ടുഗദർ വിത്ത് ദ അജണ്ടയോടുകൂടി മെമ്പേഴ്സിന് കൊടുക്കണം. എത്ര ദിവസത്തിന് മുമ്പ്, അറ്റ്ലീസ്റ്റ് 15 ക്ലിയർ ഡേയ്സ്. 15 ക്ലിയർ ഡേയ്സിൻ്റെ നോട്ടീസ് കൊടുക്കണം. 15 ക്ലിയർ ഡേയ്സ് എന്നുള്ള എന്താ മീൻ ചെയ്യുന്നത്, അവിടെ ഹോളിഡേയ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. ക്ലിയറായിട്ട് 15 ദിവസം മെമ്പറിന് ഉണ്ടായിരിക്കണം. ബിഫോർ ദ ഡേറ്റ് ഓഫ് ദ മീറ്റിംഗ് ഇൻ ദ മാനർ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോയിൽ പറഞ്ഞ പ്രകാരം ബിഫോർ ദ ഡേറ്റ് ഓഫ് ദ മീറ്റിങ്ങിന് മുമ്പ് 15 ദിവസത്തെ ക്ലിയർ ഡേയ്സ് നോട്ടീസ് മെമ്പേഴ്സിന് കൊടുക്കണം. എന്തൊക്കെ വേണം അതിൻ്റെ അകത്ത്, പ്ലേസ്, ഡേറ്റ്, അവർ ഓഫ് ദ മീറ്റിംഗ്, അജണ്ട. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നോട്ടീസ് കൊടുക്കാൻ. പിന്നെ എന്താണ് പറയുന്നത്, പ്രൊവൈഡഡ് ദാറ്റ് ഇൻ അർജൻറ്റ് കേസസ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്തോളണം. അർജൻറ്റ് കേസസിൽ ജനറൽ ബോഡി മീറ്റിംഗ് ക്യാൻ ബി കൺവീൻഡ് ബൈ ഗിവിംഗ് നോട്ടീസ് ലെസ് ദാൻ എ പീരീഡ് ഓഫ് 15 ഡേയ്സ്. അപ്പോൾ ഇപ്പോൾ ഒരു അർജൻറ്റ് കേസ് വരെയാണ് എങ്കിൽ 15 ദിവസത്തിൽ കുറവ് നോട്ടീസ് കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കാൻ പറ്റും. ഇങ്ങനെയുള്ള റെയറായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തേക്കണം. PSC പണി തരുന്നത് ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് എടുത്തിട്ടായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ 8Aയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഈ 2 കാര്യങ്ങൾ കൊടുക്കും. നമ്മൾ ഈ രണ്ടാമത്തെ കാര്യങ്ങൾ ആരും നോട്ട് ചെയ്യാറില്ല.
സാധാരണ ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ നോക്കാറില്ല. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഓരോ വേർഡ് ബൈ വേർഡ് നോക്കി ക്ലാസ്സിലേക്ക് പോകുന്നത്. അല്ലായെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം നോക്കാറേ ഇല്ല. 15 ദിവസത്തെ ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുത്ത് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കും. അതിൻ്റെ അകത്ത് പ്ലേസ്, ഡേറ്റ്, അവർ, അജണ്ട ഇതൊക്കെ കൊടുക്കണം. ഇത്രയും പറഞ്ഞ് നിർത്താറുള്ളൂ. ഈ സ്പെഷ്യൽ കേസ് നമ്മൾ പറയാറില്ല. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് ആസ് പെർ എങ്ങനെയാണ് സെക്ഷൻ റൂൾ 8A ആണെന്ന് കൊടുത്തു. റൂൾ 8A. പിന്നെ അതിൻ്റെ നോട്ടീസ് പീരീഡ് എങ്ങനെയാണ് 15 ഡേയ്സ് ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുത്തു. ഇനി താഴെ ഒരു കൊടുക്കുകയാണ് അർജൻറ്റ് ആണ് എങ്കിൽ എന്താണ് ലെസ് ദാൻ നോട്ടീസ് പീരീഡ് ലെസ് ദാൻ 15 ക്ലിയർ ഡേയ്സ് എന്ന് കൊടുത്തു. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എ ആണോ ശരി, ബി ആണോ ശരി, എ ആൻഡ് ബി ആണോ ശരി എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എയും ബിയും ശരിയാണോ, ഓക്കെ, നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ലോയിൽ നിന്ന് നമുക്ക് പണി കിട്ടാനുള്ള ചാൻസുകൾ കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് വേർഡ് ബൈ വേർഡ്, ലൈൻ ബൈ ലൈൻ കൃത്യമായിട്ട് വായിച്ച് നല്ലപോലെ മനസ്സിലാക്കി എക്സാം എഴുതണം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട റൂൾ എന്ന് പറയുന്നത് റൂൾ 9 ആണ്. റൂൾ 9 എന്താണ്? പ്രൊസീജിയർ റിഗാർഡിംഗ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ബൈലോയുടെ അമെൻമെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ റൂൾ 9 പറയുന്നത്. ഇത് സെക്ഷൻ 12 എടുക്കാത്തത് കൊണ്ട് നമ്മൾ ഇതിവിടെ എടുക്കുന്നില്ല. അപ്പോൾ സെക്ഷൻ 12 എടുക്കുമ്പോൾ റൂൾ 9 ആ കൂടെ ഞാൻ എടുത്തോളാം. അത് രണ്ടും കൂടെ ഒന്നിച്ച് പഠിച്ചാലാണ് നമുക്ക് ഓക്കെ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റൂൾ 9 സ്കിപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് റൂൾ 10 ഒമിറ്റഡ് ആണ്. നമുക്കിനി പഠിക്കേണ്ട റൂൾ ഏതാണ്? റൂൾ 11 ആണ്. റൂൾ 11 എന്താണ്? രജിസ്ട്രാർ ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് നെയിം, അഡ്രസ് ആൻഡ് ബൈലോ ഓഫ് സൊസൈറ്റി. അഡ്രസ്സും സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് ഏത് ആക്റ്റാണ്, അതിൻ്റെ ഡേറ്റ് എന്നാണ്, അതിൻ്റെ ബൈലോ എങ്ങനെയാണ്, അത് ബൈലോ അമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ. പിന്നെ എന്ത് കാര്യങ്ങൾ വേണം? എ കോപ്പി ഓഫ് ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി രജിസ്റ്റേർഡ് ബൈ ഹിം, the amendment to the bylaw and when registered should be filed along with the original bylaw. അപ്പം കോപ്പി ഓഫ് ദ ബൈലോയുടെ കോപ്പി വേണം. പിന്നെ ആ സൊസൈറ്റി എന്ത് ചെയ്യണം? ആ ബൈലോ അമെൻഡ് ചെയ്യുകയാണ് എങ്കിൽ ആ അമെൻഡ് ചെയ്ത ബൈലോ എന്ത് ചെയ്യണം? ഒറിജിനൽ ബൈലോയുടെ കൂടെ തന്നെ എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഷുഡ് ബി ഫയൽഡ് അലോങ് വിത്ത് ദ ഒറിജിനൽ ബൈലോ. ഒറിജിനൽ ബൈലോയുടെ കൂടെ തന്നെ അമെൻഡ് ചെയ്ത ബൈലോ കൂടെ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് റൂൾ 11ൽ സബ് റൂൾ 1ഉം 2 ആയിട്ട് പറയുന്നത്. അപ്പോൾ ഏത് ഫോം നമ്പർ 4ലാണ് രജിസ്ട്രാർ കീപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം? നെയിം, അഡ്രസ് ആൻഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി വേണം. ഏത് ദിവസമാണ് രജിസ്റ്റർ ചെയ്ത്, ഏത് ആക്ട് പ്രകാരമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവണം. പിന്നെ എന്താണ്? കോപ്പി ഓഫ് ദ ബൈലോ. സബ് റൂൾ 2ലാണ് പറയുന്ന കോപ്പി ഓഫ് ദ ബൈലോ ഓഫ് ദ രജിസ്ട്രേഡ് സൊസൈറ്റി എന്ത് വേണം? ആ ബൈലോയുടെ കോപ്പി ഉണ്ടാവണം. പിന്നെ എന്താ? ആ ബൈലോയുടെ കോപ്പിയുടെ കൂടെ തന്നെ ഇനി അമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒറിജിനലിൻ്റെ കൂടെ തന്നെ അമെൻഡ് ചെയ്തതിൻ്റെ കോപ്പി കൂടെ എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം, ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. അപ്പം നമ്മുടെ ഈ വീക്കിലെ ടാർഗറ്റായിരുന്ന റൂള് 1 to 11ൽ നമ്മുടെ റൂള് 9 ഒഴിവാക്കി ബാക്കി ഫുള്ള് ക്ലാസ് എടുത്തിട്ടുണ്ട്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.